നമ്മളിനി പറയുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. അത് ഇപ്പോൾ ഇനി പറയുന്ന റിസൾട്ടുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചെയ്യാറ്. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ തന്നെ പറയാം, അല്ലാതെ കുറേയൊക്കെ നമുക്ക് എല്ലാം ഒന്നും പഠിക്കണമെന്നില്ല. കാരണം റെപ്പിറ്റേഷൻ വരുന്നുണ്ട്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സം റൂളും ഒക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എല്ലാം ഒന്നും ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, പക്ഷെ സമയം നമുക്ക് വളരെ കുറവായിരിക്കുമല്ലോ ഉണ്ടാവാം. അതുകൊണ്ടാണ് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. കോസ് സ്ക്വയർ വൈ മൈനസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ, then cos square x minus sin square y equal to cos of x plus y into cos of x minus y, and cos square y minus sin square x equal to cos of x plus y into cos of x minus y. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് രണ്ടിനും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഒന്നാണ്, ഇതിന് രണ്ടും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഒന്നാണ്. സോ അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കോസ് ടു എക്സ് ഒക്കെ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നതാണ്. കോസ് ടു എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് ടു എക്സ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. കോസ് ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ആൻഡ് കോസ് ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈസി ആയിരിക്കും, ചിലർക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമുക്ക് പറഞ്ഞല്ലോ, ടൈം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് വളരെ കുറഞ്ഞ സമയമായിരിക്കും ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അറിയുന്ന ഏരിയാസിൽ നമ്മളിങ്ങനെ ഒരുപാട് ചെയ്ത് നോക്കാതെ നമ്മളിതൊക്കെ പഠിച്ചിട്ട് പോയാൽ അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. സൈൻ 2x ഈക്വൽ ടു 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ദെൻ ടാൻ 2x ആകുമ്പോൾ ഇക്വേഷനേ ഉള്ളൂ. ടാൻ 2x ഈക്വൽ ടു 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ദെൻ ഇനിയുള്ളത് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2. ഇത് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. ഇത് ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഇവിടെ അപ്പോൾ ഇവിടെ തന്നെ എഴുതാവുന്നതല്ലേ ഉള്ളൂ. കോസ് 2x ഈക്വൽ ടു ഇവിടുന്ന് കോസ് സ്ക്വയർ എക്സ് എന്താണെന്നും ഇവിടുന്ന് സൈൻ സ്ക്വയർ എക്സ് എന്താണെന്ന് എഴുതാമല്ലോ. അത്രയേ ഉള്ളൂ കേട്ടോ. അത് തന്നെ, അത് റിപ്പീറ്റ് അടിച്ച് എഴുതിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണിത്. സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2 ആൻഡ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇനി 3x ആംഗിൾ വരുമ്പം സൈൻ 3x ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. കോസ് 3x ഈക്വൽ ടു 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ആൻഡ് ടാൻ 3x ഈക്വൽ ടു 3 ടാൻ എക്സ് മൈനസ് 4 ടാൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. ഇനി ഇതിൻ്റെ എല്ലാം ഹാഫ് ആംഗിൾ ഫോമുലയാണ് പറയുന്നത്. ദറ്റ് ഈസ് ആംഗിൾ എക്സ് ആകുമ്പോൾ ഹാഫ് ആംഗിൾ ഫോമുല. നേരത്തെ ഒക്കെ നമ്മൾ 2x പറഞ്ഞത്, അതിൽ പകുതി വരുമ്പോൾ അതായത് എക്സ്. സൈൻ എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. സൈൻ 2x നമ്മൾ പറഞ്ഞത് 2 സൈൻ എക്സ് കോസ് എക്സ് ആയിരുന്നു. സോ ഇവിടെ സൈൻ എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഓക്കെ, നെക്സ്റ്റ് സൈൻ എക്സ് ഈക്വൽ ടു 2 ടാൻ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, 2 ടാൻ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഹാഫ് ആംഗിൾ ഫോമുലയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്നും പഠിച്ചാൽ മതി, ഒരുപാടൊന്നും ഉണ്ടെന്ന് വിചാരിക്കേണ്ട. കോസ് എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. and cos x equal to 1 minus 2 sin square x by 2 and cos x equal to 2 cos square x by 2 minus 1 and cos x equal to 1 minus tan square x by 2 divided by 1 plus tan square x by 2. Okay, ഇതൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ റെപ്പിറ്റേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. again tan x equal to 2 tan x by 2 divided by 1 minus tan square x by 2. ഇതും അത് തന്നെയാണ് കേട്ടോ. 1 plus cos x equal to 2 cos square x by 2 and 1 minus cos x equal to 2 cos sin square x by 2. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫോമാറ്റ് കാണുമ്പോൾ നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് വേണമെന്നൊന്നുമില്ല, അങ്ങനെയല്ല, ഇങ്ങനെ പെട്ടെന്ന് തന്നെ കത്തണമെന്നില്ല. ഈ എൻട്രൻസ് എക്സാമിലെ കുട്ടികളൊക്കെയാണ് ഇങ്ങനെ എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഇതിനേക്കാളും കൂടുതൽ അറിയുന്നുണ്ടാവും. ഫോർമുല ടു ട്രാൻസ്ഫോം ദ പ്രോഡക്റ്റ് ഇൻ ടു സം ഓർ ഡിഫറൻസ്. അതായത് നമ്മളിനി പറയുന്നത് ആംഗിൾസിൻ്റെ സമ്മും ആംഗിൾസിൻ്റെ ഡിഫറൻസും ഒക്കെ ഇല്ലേ, അത് ഇപ്പം പ്രോഡക്റ്റിനെ നമ്മൾ സം ഓർ ഡിഫറൻസിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് രണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ്, അതിനെ നമുക്ക് പ്ലസ് അല്ലെങ്കിൽ മൈനസ്, രണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡിഫറൻസോ സമ്മോ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 sin x cos y. ഓക്കെ,
സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു, അതായത് സൈനിൻ്റെ തന്നെ എക്സ് പ്ലസ് വൈൻ്റെയും എക്സ് മൈനസ് വൈൻ്റെയും അഡീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2 sin x കോസ് വൈ. ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, കാരണം നമുക്കതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ അഡീഷനും സബ്സ്ട്രാക്ഷനും അല്ലേ, അത് നമുക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ പെട്ടെന്ന് കിട്ടും. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 cos 6 sin y. cos of x plus y plus cos of x minus y equal to 2 cos 6 cos y. Then cos of x plus y minus cos of x minus y equal to minus 2 sin x sin y. Next, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് കേട്ടോ. sin x plus sin y equal to 2 sin of x plus y divided by 2 cos of x minus y divided by 2. നമ്മളൊക്കെ പണ്ട് പഠിക്കുന്നത് sin c plus sin d equal to 2 sin c plus c plus d divided by 2 cos of c minus d divided by 2 അങ്ങനെയൊക്കെയാണ് ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നത്. sin x minus sin y equal to 2 cos of x plus y divided by 2 into sin of x minus y by 2, and cos of x plus cos y equal to 2 cos of x plus y divided by 2 into cos of x minus y divided by 2, and cos x minus cos y equal to minus 2 into sin of x plus y by 2 and sin of x minus y by 2. അപ്പോൾ ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്യാൻ കുറച്ചേ ഉള്ളൂ, മനസ്സിലായി. അപ്പോൾ ഇതായിരുന്നു ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചിലപ്പോൾ, അപ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയും പഠിക്കാനുണ്ട് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്, അതായത് ത്രികോണമിതീയ സമവാക്യങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും പറയുന്നത്. ഓക്കെ, ആ ഒരു വീഡിയോ കൂടി ചെയ്യാനുണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ സിലബസിൽ സൊല്യൂഷൻസ് ഓഫ് ട്രയാങ്കിൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻസ് ഓഫ് ട്രയാങ്കിൾസ് ഇപ്രാവശ്യം ഈ കുറച്ച് കാലമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ സിലബസിലും ഉണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നില്ല, കാരണം അതിപ്പം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രോബ്ലം എല്ലായിടത്തുനിന്നും നിങ്ങൾ NCERT ടെക്സ്റ്റിലുള്ളത് തന്നെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ പ്രോബ്ലം പറയാനൊന്നും ഒത്തിരി നേരമാവും. അതുകൊണ്ട് നമുക്ക് അടുത്തതിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഇപ്പം ട്രിഗണോമെട്രിക് ഇക്വേഷൻസിലൊക്കെ പ്രോബ്ലംസ് നമുക്ക് ചെയ്തിട്ട് പോവാം. ഇതിലിപ്പോൾ ഡിറൈവ് ചെയ്യാനുള്ളതല്ലേ ഇങ്ങനെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഡൗട്ട്സ് നിങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.